ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ മോഷൻ പ്ലെയിൻ്റെ 4ാമത്തെ ക്ലാസ്സിലോട്ട് കിടക്കുകയാണ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നോട്ട് 2-ൽ ലാസ്റ്റത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാതെ പോയിട്ടുണ്ട്. അതും നോട്ട് 3-ൽ പ്രോബ്ലംസ്, ആ രണ്ടും കൂടെയാണ് ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ വെക്റ്റർ അഡീഷൻ പറഞ്ഞിരുന്നു. വെക്റ്റർ അഡീഷൻ അതിൻ്റെ റിസൾട്ടൻ്റ് R ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് 2AB കോസ് തീറ്റ. അതാണ് അതിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ എക്സ്പ്രഷൻ. ഇനി അതിൻ്റെ ഡയറക്ഷൻ, ഇപ്പോൾ എയുമായിട്ട് ആംഗിൾ ആൽഫയാണ് മേക്ക് ചെയ്തെങ്കിൽ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു B സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ A പ്ലസ് B കോസ് തീറ്റ. പ്രത്യേകം ശ്രദ്ധിക്കുക, ആൽഫ ഇസ് എ ആംഗിൾ മെയ്ഡ് ബൈ R വിത്ത് A ആണെങ്കിൽ ഇത്, വിത്ത് B ആണെങ്കിൽ A സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ B പ്ലസ് A കോസ് തീറ്റ എന്ന് വരും. അപ്പോൾ അത് ഇച്ചിരി നമുക്ക് മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വെക്റ്റർ അഡീഷൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം, വെക്റ്റർ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ് മീൻസ് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി തന്നെ ആയിരിക്കും വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ എ. ദാറ്റ് ഈസ് വൈ വെക്റ്റർ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. തിരിച്ച് എഴുതിയാൽ മാറ്റയില്ല എന്നാണ് എൻ്റെ അർത്ഥം. രണ്ടാമത്തത്, വെക്റ്റർ അഡീഷൻ ഈസ് അസോസിയേറ്റീവ്. അതായത് വെക്റ്റർ എയുടെ കൂട്ടത്തിൽ വെക്റ്റർ ബിയുടെയും സിയുടെയും റിസൾട്ടൻ്റ് കൂട്ടുന്നതിന് തുല്യമാണ് വെക്റ്റർ ബിയുടെ കൂട്ടത്തിൽ വെക്റ്റർ എയുടെയും സിയുടെയും അഡീഷൻ കൂട്ടുന്നത്. അതുതന്നെയായിരിക്കും വെക്റ്റർ സിയുടെ കൂട്ടത്തിൽ എയുടെയും ബിയുടെയും വെക്റ്റർ അഡീഷൻ ആഡ് ചെയ്യുന്നത്. That is why vector addition is associative. അതെന്താ പറഞ്ഞ വെക്റ്റർ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. തേർഡ് വൺ, വെക്റ്റർ അഡീഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ്. എം ഇൻറ്റു എം ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി, അത് തന്നെയാണ് എമ്മിനെ വെക്റ്റർ എ വെച്ച് ഗുണിച്ചിട്ട് എമ്മിനെ വെക്റ്റർ ബി വെച്ച് ഗുണിച്ചിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതിന് തുല്യം. ഇപ്പോൾ എം ഇൻറ്റു വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു എം എ പ്ലസ് വെക്റ്റർ പ്ലസ് എം ബി വെക്റ്റർ. ഇനി സബ്ട്രാക്ഷൻ ഓഫ് വെക്റ്റർ അഡീഷൻ. എന്താണ് വെക്റ്റർ സബ്ട്രാക്ഷൻ? വെക്റ്റർ സബ്ട്രാക്ഷൻ തന്നെ ഇല്ല. ഇപ്പം എന്താണ് നോക്കുക, സബ്ട്രാക്ഷൻ. Subtraction of two vectors. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എ മൈനസ് വെക്റ്റർ ബി എന്ന് വെച്ചാൽ വെക്റ്റർ സബ്ട്രാക്ഷൻ ഇല്ല, വെക്റ്റർ അഡീഷൻ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ എന്തിനാ ആഡ് ചെയ്യുന്നു? നെഗറ്റീവ് ഓഫ് ബി വെക്റ്ററിന് എയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ വെക്റ്റർ അഡീഷൻ മാത്രമേ ഉള്ളൂ, വെക്റ്റർ സബ്ട്രാക്ഷൻ ഇല്ല. ഇപ്പോൾ എ മൈനസ് ബി എന്ന് നമ്മൾ പറയണമെങ്കിൽ അതിന് അർത്ഥം ഇതാണ്, വെക്റ്റർ എയുടെ കൂട്ടത്തിൽ മൈനസ് വെക്റ്റർ ബി ആഡ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയെന്ന് നോക്കാം. വെക്റ്റർ ആർ ഈസ് ഈക്വൽ ടു വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി ആണെങ്കിൽ വെക്റ്റർ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനായിട്ട് ശ്രദ്ധിക്കുക. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2AB കോസ് തീറ്റ. അപ്പോൾ മനസ്സിലാക്കുക, വെക്റ്റർ സബ്ട്രാക്ഷൻ ഇല്ല. വെക്റ്റർ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് വെക്റ്റർ അഡീഷൻ തന്നെയാണ്. എന്തിനു ആഡ് ചെയ്യുന്നു? മൈനസ് ബി എന്ന് പറഞ്ഞ വെക്റ്ററിനെ എയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഫോർമുലയിൽ ഉണ്ടാകുന്ന മാറ്റം നോക്കുക. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2AB കോസ് തീറ്റ. അല്ലെങ്കിൽ പി ആൻഡ് ക്യൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ലെറ്റേഴ്സ് കൊടുക്കാം, അതിൻ്റെ അകത്ത് മാറ്റമൊന്നും ഇല്ല. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ട് 3-ലെ പ്രോബ്ലംസ് ഞാൻ
ചെയ്യാൻ വിട്ടുപോയതല്ല, ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ആ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. അപ്പം അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രോബ്ലം 1. ആ നോട്ട് എഴുതി കയ്യിൽ വേണം. പ്രോബ്ലം 1 അതിൽ ഈ വെക്ടർ എ ഈസ് ഈക്വൽ ടു 2i cap പ്ലസ് 4j cap മൈനസ് 5k cap. ഫൈൻഡ് അതിന്റെ അർത്ഥം എന്താ? നമ്മൾ എന്ത് കണ്ടുപിടിക്കണമെന്നാണ്? വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അതാണ് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് എന്നുള്ളത് എ തന്നെയാണ്. ഈക്വൽ ടു റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് മൈനസ് 5 സ്ക്വയർ. അപ്പൊ നോക്കാം, 4 പ്ലസ് 16 പ്ലസ് 25. അപ്പോൾ 20 പ്ലസ് 25 എന്നുള്ളത് 45 എന്ന് കിട്ടും. അപ്പോൾ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡാണ് എ. അത് കാണാനായിട്ട് നമുക്ക് ആൻസർ റൂട്ട് 45 എന്ന് കിട്ടും. ഇനി പ്രോബ്ലം 2. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ 2 ഈക്വൽ ഫോഴ്സസ്, അപ്പൊ തന്നിരിക്കുന്ന ഈക്വൽ ഫോഴ്സസ് F1 ഇസ് ഈക്വൽ ടു F2 ഇസ് ഈക്വൽ ടു എത്ര തന്നെയാണ്? F. ഈക്വൽ ഫോഴ്സസ് ആൻഡ് their resultant is equal to either. അപ്പൊ അതിന്റെ റിസൾട്ടന്റ് FR is equal to F. റിസൾട്ടന്റ് F തന്നെയാണ്. രണ്ട് ഫോഴ്സസിന്റെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആണ് എങ്കിൽ വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദ ടു വെക്ടേഴ്സ്? വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ F1 ആൻഡ് F2? അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് R ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് സിമ്പിൾസ് മാറ്റിയാൽ മതി. FR ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് F1 square plus F2 square plus 2F1 F2 cos theta. ശ്രദ്ധിക്കുക, FR എന്ന് പറയുന്നത് F തന്നെയാണ്. FR F തന്നെയാണ്. ഈക്വൽ ടു റൂട്ട് ഓഫ് F സ്ക്വയർ പ്ലസ് F സ്ക്വയർ 2F square cos theta. ശ്രദ്ധിക്കുക, 2F square 1 plus cos theta, 2F square plus 2F square cos theta. So 2F square നമുക്ക് വെളിയിലോട്ട് എടുക്കാം. അപ്പൊ ബ്രാക്കറ്റിനുള്ളിൽ 1 plus cos theta എന്ന് എഴുതാം. അപ്പൊ ഇതിന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് എടുക്കാം. F square is equal to സ്ക്വയർ എടുക്കാം 1 plus cos theta. വേറെ രീതിയിലും ചെയ്യാം. ഞാനിപ്പോൾ ഈ മെത്തേഡിൽ ചെയ്യാണ്. 2F square 1 plus cos theta. വേറെ രീതിയിലും ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഇത് തമ്മിൽ അങ്ങനെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ 1 plus cos theta is equal to 1. അപ്പോൾ 1 plus cos theta is equal to 1/2 കിട്ടും. or cos theta is equal to minus 1/2 കിട്ടും. cos theta മൈനസ് സൈൻ വരികയാണെങ്കിൽ നമുക്കറിയാം രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആംഗിൾസ് 0യ്ക്കും 180 ഡിഗ്രിക്കും ഇടയ്ക്ക് വരത്തുള്ളൂ. ഇപ്പോൾ cos theta നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ട്രിഗണോമെട്രിയിൽ 4 ക്വാഡ്രന്റ് അറിയാം. ഇവിടെ കോസും സൈനും പോസിറ്റീവ് ആണ്,
ഇവിടെ കോസ് നെഗറ്റീവ് ആണ്, സൈൻ പോസിറ്റീവ് ആണ്. ഇത് രണ്ടും നെഗറ്റീവ് ആണ്. ഇവിടെ എന്ന് പറയുന്നത് സൈൻ പോസിറ്റീവ് ആണ്, സൈൻ നെഗറ്റീവ് ആണ്, കോസ് പോസിറ്റീവ് ആണ്. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇവിടെ എന്ന് പറയുന്നത് 180 90 പ്ലസ് ഈ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് കോസ് തീറ്റ നെഗറ്റീവ് ആയിട്ട് വരുന്നത്. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ ആംഗിള് 90-നേക്കാൾ കൂടുതലായിരിക്കും, 180 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. അത് എത്രയും നമുക്ക് അറിഞ്ഞുകൂടാ. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ലെറ്റ് തീറ്റ ഈസ് ഈക്വൽ ടു 90 പ്ലസ് 5 എന്നും കൂടെ കൊടുക്കുകയാണ്. 5 ഇതിന്റെ പ്രൊനൗൺസിയേഷൻ 5 എന്നാണ്, PHI 5. അപ്പൊ നമുക്കിവിടെ കൊടുക്കാം cos 90 പ്ലസ് 5 ഈക്വൽ ടു -1/2. ഈ cos 90 പ്ലസ് 5 എന്ന് പറയുന്നത് മൈനസ് സൈൻ 5 ആണ്. മൈനസ് സൈൻ 5 ഇസ് ഈക്വൽ ടു -1/2. അല്ലെങ്കിൽ 5 ഇസ് ഈക്വൽ ടു മൈനസ് മൈനസ് ക്യാൻസൽ ആയി പോകത്തില്ലേ. അപ്പൊ സൈൻ 5 1/2 ആണെങ്കിൽ 5യുടെ വാല്യൂ എത്ര വരും? 30 ഡിഗ്രി അല്ലേ. അപ്പൊ തീറ്റയുടെ വാല്യൂ എത്ര വരും? 90 പ്ലസ് 30 ഈക്വൽ ടു 120 ഡിഗ്രി എന്ന് കിട്ടും. ഇനി വേറെ മെത്തേഡ് നോക്കാം. F is equal to root of 2f square into 2 cos square theta by 2. F is equal to 2 and the square root 2 വരും. F square ന്റെ f cos theta by 2. Cos theta by 2 is equal to 1/2 എന്ന് കിട്ടത്തില്ലേ. അപ്പൊ theta by 2 എത്ര വരും? theta by 2 is equal to 60 ഡിഗ്രി വരും. cos theta by 2 1/2 ആണെങ്കിൽ theta by 2 60 ഡിഗ്രി വരും. അപ്പൊ theta is equal to 120 ഡിഗ്രി വരും. അപ്പൊ ഏത് മെത്തേഡ് വേണമെങ്കിലും അഡോപ്റ്റ് ചെയ്യാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾ ഏത് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ആൻസർ 120 ഡിഗ്രി വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ചോദിക്കുന്നത്. ഇനി മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. പ്രോബ്ലം 3 ആയിട്ട് പ്രോബ്ലം 3 എടുക്കാം. The force F and displacement d of a particle are given by force vectors and rectangular components ആണ് 2i cap plus 3j cap plus 5k cap. ഡിസ്പ്ലേസ്മെന്റ് തന്നിരിക്കുന്നത് i cap plus 2j cap plus 3k cap. ഇത് ഇത്രയും മീറ്റർ, ഇത് ഇത്രയും ന്യൂട്ടൺ. അപ്പോൾ ഫോഴ്സ് തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഫൈൻഡ് വർക്ക് ഡൺ. അപ്പോൾ വർക്ക് ഡണ്ണിന്റെ ഫോർമുല F.d ആണ്. പിന്നെ സ്കേലാർ പ്രോഡക്റ്റ് എന്നാണ് പറയുന്നത്. രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന സ്കേലാർ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് സ്കേലാർ പ്രോഡക്റ്റ് എന്നാണ്. 2i cap plus 3j cap plus 5k cap dot i cap plus 2j cap plus 3k cap. ഇതിൽ i ടേം തമ്മിൽ ഗുണിച്ചെഴുതുക. 2 into 1 2, 3 into 2 6, 5 into 3 15. അപ്പോൾ 8 ഇപ്പോൾ 23 ജൂൾ എന്ന് കിട്ടും. ആൻസർ 23 ജൂളാണ്. ഇനി പ്രോബ്ലം 4. ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ.
ഇപ്പോൾ തന്നിരിക്കുന്നത് ആംഗിൾ ബിറ്റ്വീൻ എഫ് ഇസ് ഈക്വൽ ടു 3i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് മൈനസ് 5k ക്യാപ്പ്. യൂണിറ്റ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് d is equal to 5i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് plus 3k cap. Also find the projection of f on d. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിക്കാം. എഫ് ഡോട്ട് ഡി. എഫ് ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു എഫ് ഡി കോസ് തീറ്റ, അല്ലെങ്കിൽ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ഡിവൈഡ് ബൈ എഫ് ഇൻറ്റു ഡി. ഇനി നമുക്കിവിടെ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് എഫ് ഡോട്ട് ഡി എടുക്കാം. 3i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് മൈനസ് 5k ക്യാപ്പ് ഡോട്ട് 5i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് പ്ലസ് 3k ക്യാപ്പ്. അപ്പോൾ 3 into 5 15 പ്ലസ് 16 മൈനസ് 15 is equal to 16. ഇനി നമുക്ക് എഫ് കണ്ടുപിടിക്കണം. എഫ് is equal to മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് ആണ്. 9 പ്ലസ് 16 പ്ലസ് മൈനസ് 5 സ്ക്വയർ 25. അപ്പോൾ 25 പ്ലസ് 25 50 വരും. d is equal to മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ d. അതും 25 പ്ലസ് 16 പ്ലസ് 9 അതും റൂട്ട് 15 വരും. അപ്പോൾ നമുക്ക് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ റൂട്ട് 50 ഇൻറ്റു റൂട്ട് 50. ഇങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്കിത് 8/25 എന്ന് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ലോഗരിതം പിന്നെ കാൽക്കുലേറ്റർ എടുത്തു കഴിഞ്ഞാൽ കോസ് ഇൻവേഴ്സ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 8/25 കൊടുത്താൽ മതി. അപ്പോൾ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നത് 71 ഡിഗ്രി 20 മിനിറ്റ് എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പ്രൊജക്ഷൻ ഓഫ് എഫ് ഓൺ ഡി ആണ്. പ്രൊജക്ഷൻ ഓഫ് എഫ് ഓൺ ഡി മീൻസ് എഫ് കോസ് തീറ്റ ആണ്. അപ്പോൾ എഫ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ഡിവൈഡഡ് ബൈ ഡി. അപ്പോൾ 16 ഡിവൈഡഡ് ബൈ റൂട്ട് 15 എന്ന് കിട്ടും. 50 ആൻസർ 2.26 യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ട മെത്തേഡ്? പ്രൊജക്ഷൻ ഓഫ് എഫ് ഓൺ ഡി കാണാനായിട്ട് എഫ് കോസ് തീറ്റ എടുക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 5. പ്രോബ്ലം 5 ആണ്. ഷോ ദാറ്റ്, നമുക്ക് കാണിച്ചു കൊടുക്കണം. ഷോ ദാറ്റ് the vectors vector A is equal to 2i cap 3j cap minus k cap and vector B is equal to minus 6i cap plus 9j cap plus 3k cap are parallel. പാരലൽ എന്ന് കാണിക്കണമെങ്കിൽ തീറ്റയുടെ വാല്യൂ നിങ്ങൾ 0 ഡിഗ്രി കാണിക്കണം. 0 ഡിഗ്രി കാണിക്കണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്കേലാർ പ്രോഡക്റ്റ് എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ വെക്റ്റർ പ്രോഡക്റ്റ് എടുത്ത് ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് രണ്ട് മെത്തേഡും കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് സ്കേലാർ വെക്റ്റർ പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ സ്കേലാർ പ്രോഡക്റ്റ് എടുക്കാം. എ ഡോട്ട് ബി കാണാനായിട്ട് 2i ക്യാപ്പ് മൈനസ് 3j ക്യാപ്പ് മൈനസ് k ക്യാപ്പ് ഡോട്ട് മൈനസ് 6i ക്യാപ്പ് 9j ക്യാപ്പ് പ്ലസ് 3k ക്യാപ്പ്.
ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ല, പക്ഷെ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. 2 into -6, അപ്പോൾ -12 -27 -3, അപ്പോൾ നമുക്ക് -42 എന്ന് കിട്ടും അല്ലേ. -30 -42. ഇനി എ എടുക്കാം, വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക. അപ്പോൾ 4 + 9 + 1 √14 എന്ന് കിട്ടും. ബിയുടെ മാഗ്നിറ്റ്യൂഡ് 36 + 81 + 9. അപ്പോൾ 36 45 വരും. 45 + 81 + 6 126. അപ്പോൾ നമുക്ക് A dot B is equal to AB cos theta എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. cos theta is equal to A dot B divided by AB. അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ -42 divided by √14 into √126, ഇത് നമുക്ക് -1 എന്ന് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ സ്ക്വയർ റൂട്ട് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ -1 എന്ന് കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, cos θ -1 ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ 180 ഡിഗ്രി വരും. 180 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ആൻറ്റി പാരലൽ ആണ്. ഇനി അല്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ, A cross B എടുക്കാം. ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് ഇതാണ്, A cross B. A cross B is equal to I J K. So 2 -3 -1 -6 9 3. ഇതിന്റെ മെത്തേഡ് ഞാൻ തന്നിട്ടുണ്ട്. ക്രോസ് പ്രൊഡക്റ്റിനകത്ത് ഈ കോളവും ഈ റോയും ഉപയോഗിച്ച് ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. -9 -9 അപ്പോൾ +9 -j⁵ 2 into 3 6 -1 into -6 6 അപ്പോൾ -6 plus k 9 into 2 18 -6 into -3 18. ആൻസർ 0. ഇനി എന്താ A ക്രോസ് ബിയുടെ ഫോർമുല? A ക്രോസ് ബി ഈസ് ഈക്വൽ ടു എന്താ ഫോർമുല? A ക്രോസ് ബി ഈസ് ഈക്വൽ ടു AB sin θ അല്ലേ. അപ്പോൾ A ക്രോസ് ബി എത്രയാ? 0. AB sin θ. മാഗ്നിറ്റ്യൂഡ് ഓഫ് A നമ്മൾ നേരത്തെ വെക്ടർ A എഴുതിയിരുന്നു. എൻ്റെ മാഗ്നിറ്റ്യൂഡ് 0 അല്ല. റൂട്ട് ഓഫ് അതെടുത്താണ് 0 അല്ല. വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡും 0 അല്ല. അപ്പോൾ എന്താ 0? അപ്പോൾ A B നോട്ട് ഈക്വൽ ടു മീൻസ് A നോട്ട് ഈക്വൽ ടു 0, B നോട്ട് ഈക്വൽ ടു 0. പിന്നെ എന്താ 0? sin θ is equal to 0 or θ is equal to എത്ര ഡിഗ്രി? 0 ഡിഗ്രി തന്നെ. അപ്പോൾ നമുക്ക് എന്ത് 0 ഡിഗ്രി ആണെങ്കിൽ എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും? പാരലൽ. മറ്റേ നമുക്ക് എന്ത് പറയാം? ആന്റി പാരലൽ എന്ന് പറയാം. അപ്പോൾ എന്തായാലും ശരി പാരലൽ നമുക്ക് പ്രൂവ് ചെയ്യാം. ഇനി പ്രോബ്ലം 6. ഫോഴ്സ് അവിടെ ഫോഴ്സ് തന്നിട്ടുണ്ട്. വെക്ടർ F is equal to 6i cap plus 2j cap minus 3k cap. ആക്ട് ഓൺ എ പാർട്ടിക്കിൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ആക്ട് ഓൺ എ പാർട്ടിക്കിൾ ആൻഡ് പ്രൊഡ്യൂസസ് എ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ S is equal to 2i cap
മൈനസ് 3 ജെ ക്യാപ്പ് പ്ലസ് എക്സ് കെ ക്യാപ്പ്. അപ്പോൾ ഫോഴ്സ് പ്രൊഡ്യൂസസ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഈ ദ വർക്ക് ഡൺ ഈസ് 0. വർക്ക് ഡൺ 0 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വർക്ക് ഡൺ 0 ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? given w is equal to 0. എക്സ് എത്രയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. പലതവണയായിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താ വർക്കിന്റെ ഫോർമുല? w is equal to f dot s. അപ്പോൾ 6 i cap 2 j cap minus 3 k cap dot 2 i cap minus 3 j cap plus x k cap. 6 into 2 12. Minus 3 into 2 അപ്പോൾ minus 6. Minus 3 into x അപ്പോൾ minus 3x. equal to w അല്ലേ? w 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 12 minus 6 എത്ര? 6. 6 minus 3x is equal to 0. ഈ minus 3x റൈറ്റിലോട്ട് എടുക്കുക. അപ്പോൾ 6 is equal to 3x or x is equal to 2 എന്ന് എഴുതും. അപ്പം ഇത് നല്ലോണം നിങ്ങളൊന്ന് ചെയ്ത് മനസ്സിലാക്കിയിരുന്നേക്കാം. അപ്പം ബാക്കി ക്വസ്റ്റ്യൻസ് തിയറിയൊക്കെ അടുത്ത ക്ലാസ്സിൽ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ വൈകിട്ട് ക്ലാസ്സിലെത്തിടും. നിങ്ങൾക്ക് എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. മാർച്ച് 7 മുതൽ 17 മുതൽ പരീക്ഷ തുടങ്ങിയാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള പരീക്ഷ ആയിരിക്കും. പോർഷൻസ് ഒക്കെ കൃത്യമായിട്ട് അതിന് മുമ്പ് തന്നെ പറയും. യാതൊരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിയറി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തേ പോകത്തുള്ളൂ. സാവകാശം നല്ലോണം എഴുതി തന്നെ പഠിക്കണം. ഒരു കാരണവശാലും നിങ്ങൾ വായിച്ച് മാത്രമായിട്ട് പഠിക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ.